ഇനി ഏത് കൊടിമൂത്ത ഡോക്ടർമാരുണ്ടെന്ന് പറഞ്ഞാലും നേഴ്സുമാരില്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലും ഇല്ല. കേരളത്തിലെ നേഴ്സുമാരെല്ലാം ഹോസ്പിറ്റലിൽ പിടിച്ചിട്ട് കുലുക്കുവാണല്ലോ. ഇത് പണ്ടേ വേണ്ടതായിരുന്നു. ഞാൻ നമ്മുടെ കോട്ടയത്തെ കാരിത്താസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് സമരം ചെയ്യുന്ന നേഴ്സുമാരുടെ ഒരു ന്യൂസ് കേട്ടത്. അതിൻ്റെ അകത്തൊരു നേഴ്സ് പറഞ്ഞതാ, ആ നേഴ്സ് അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 9 കൊല്ലമായി. ഇപ്പം കിട്ടുന്ന ശമ്പളം 20,000 രൂപ. 20,000 രൂപ. ഒന്നുകൂടെ കേട്ടോ, 20,000 റുപ്പീസ്. നാട്ടിൽ വർക്ക് ചെയ്യുന്ന ബംഗാളി കിട്ടുന്നുണ്ടല്ലോ ഒരു മാസം 30,000 രൂപ മേളിൽ. +2 കഴിഞ്ഞ് ഏതെങ്കിലും ഭാഷ അറിയാത്ത സ്റ്റേറ്റിൽ പോയി കഷ്ടപ്പെട്ട് നേഴ്സിംഗും കഴിഞ്ഞ് ഇവിടെ വന്ന് 9 കൊല്ലം ജോലി ചെയ്തിട്ട് ആ സ്ത്രീക്ക് കൊടുക്കുന്ന ശമ്പളം 20,000 രൂപ. ഈ കാരിത്താസിനെ എടുത്ത് ഞാൻ പറയുന്നതല്ല കേട്ടോ. ഞാൻ കാരിത്താസിൻ്റെ ന്യൂസ് കണ്ടുകൊണ്ടും, അത് മാത്രമല്ല കാരിത്താസ് എൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലാണ്. അതുപോലെ തന്നെ കാരിത്താസിലാണ് ഞാൻ ജനിച്ചതും. എനിക്കറിയാവുന്ന പല ആൾക്കാർ ജനിച്ചവരുമുണ്ട്, ആകെ കാരിത്താസിൽ കിടന്ന് മരിച്ചവരുമുണ്ട്. അതുകൊണ്ട് കാരിത്താസുമായിട്ടൊരു അടുപ്പമുണ്ട് എനിക്ക് പണ്ട് ചെറുപ്പം മുതലേ. പക്ഷേ ഈ ന്യൂസ് കേട്ടപ്പോൾ ശരിക്കും തരിച്ചുപോയി. 2026 9 കൊല്ലം വർക്ക് ചെയ്തൊരു നേഴ്സിന് കിട്ടുന്ന 20,000 രൂപ. ഈ കാരിത്താസിൻ്റെ അടുത്ത് തന്നെ 2-3 ഹോസ്പിറ്റൽ, ഞാൻ പേര് പറയുന്നില്ല, അവിടെ 2023 തോന്നുന്നു എൻ്റെ കൊച്ചിന് ഒരു പനി വന്നിട്ട് ഞാൻ അവിടെ അഡ്മിറ്റ് ആക്കി. പനികൾ വലിയ വേറെ കാര്യങ്ങളൊന്നുമില്ല. 5 ദിവസം, വെറും 5 ദിവസം. അതിന് എത്ര എനിക്ക് ഫീസായെന്നറിയാം. ബില്ല് വന്നത് 35,000 രൂപ. അതായത് 5 ദിവസത്തേക്ക് എനിക്ക് ബില്ലടിച്ചത് 35,000 രൂപ. മേജർ പ്രൊസീജിയർ ഒന്നുമല്ല, ചെറിയൊരു പനിക്ക് പോയതാ. ഈ നേഴ്സുമാർ അതായത് 20,000 രൂപ കിട്ടണമെങ്കിലും 4 ദിവസമല്ല, 5 ദിവസമല്ല, ചിലപ്പോൾ 6 ദിവസം ജോലി ചെയ്തിട്ടാണ് ഒരാഴ്ച ഇവർക്ക് ഈ ശമ്പളം കിട്ടുന്നത്. ഇനി ഏത് കൊടിമൂത്ത ഡോക്ടർമാരുണ്ടെന്ന് പറഞ്ഞാലും നേഴ്സുമാരില്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലും ഇല്ല. ഡോക്ടർമാരില്ലെങ്കിലും ഹോസ്പിറ്റൽ ഓടും, നേഴ്സുമാരില്ല ഓടത്തില്ല. എങ്ങനെയാണ് ഓടിക്കുന്നത്? ഒരു ഡോക്ടർ ഉണ്ടെങ്കിലും ഹോസ്പിറ്റൽ ഓടും, നേഴ്സുമാരൊന്നുമില്ല ഓടത്തില്ല. അതിൽ അടിപൊളിയായി ഇവർ ചെയ്യുന്നത്. ഇനിയിപ്പം കാരിത്താസ് എന്നല്ല, എല്ലാ ഹോസ്പിറ്റലും ഇതുപോലൊക്കെ തന്നെയാണ്. ഏത് ഇന്ന ജാതി എന്നില്ല, ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും എല്ലാം ജാതിയിലോട്ട് വരുമ്പോൾ സംഭവമാണ്. ഞങ്ങൾ ക്രിസ്ത്യനാണ്, മുസ്ലിമാണ്, മുന്തുവാണ്, മറ്റതാണ്, എല്ലാ സംഭവമാണ്. പക്ഷെ കാശിൻ്റെ കാര്യത്തോട് വരുമ്പോഴല്ലോ എല്ലാം പുറകോട്ടാ. കാരണം കർത്താവിന് കാശ് വേണ്ടല്ലോ, മതത്തിനും മത നേതാക്കൾക്കും കാശ് വേണമല്ലോ. ഓ മൈ ഗോഡ്, ഇന്ന് പിടിവിട്ടു പോയ ന്യൂസ് കേട്ടപ്പം. എനിവേ, ഓൾ ദ ബെസ്റ്റ്. എല്ലാത്തിനും പിടിച്ചു കൊടുക്കും. ഒരു മിനിമം 50,000 രൂപയെങ്കിലും ചോദിക്കണം.